ശബരിമലയിൽ നടവരവ് കുറഞ്ഞു. കാണിക്ക, അപ്പം, അരവണ, വിറ്റുവരവൽ ഉൾപ്പെടെ 16 കോടിയിലധികം കുറവാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് ഉണ്ടായിരിക്കുന്നത്. തീർത്ഥാടകരുടെ എണ്ണവും മുൻവർഷത്തേക്കാൾ 1.5 ലക്ഷം കുറഞ്ഞു. നടവരവിൽ മുൻവർഷം ഇതേ സമയത്തെ അപേക്ഷിച്ച് 16,93,82,730 രൂപയുടെ കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. കാണിക്ക ഇനത്തിൽ ഇതുവരെ ലഭിച്ചത് 46,45,85,520 രൂപ. മുൻവർഷത്തേക്കാൾ 4,65,18,800 രൂപയുടെ കുറവ്. അരവണ വിൽപ്പനയിൽ ഈ വർഷം വരുമാനം 61,91,32,020 രൂപ. മുൻവർഷത്തേക്കാൾ കുറവ് 11,84,14,600 രൂപ. അപ്പം വിൽപ്പന ഈ വർഷം 9,43,54,875 രൂപ. കുറവ് 44,49,330 രൂപ. നടവരവ് കൂടാതെ തീർത്ഥാടകരുടെ എണ്ണത്തിലും മുൻവർഷത്തേക്കാൾ 1.5 ലക്ഷം കുറവാണ് ഇന്നലെ വരെ ഉണ്ടായത്. തമിഴ്നാട്ടിലുണ്ടായിട്ടുള്ള പ്രളയം, തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാരണങ്ങളാവാം തീർത്ഥാടകരുടെ എണ്ണം കുറയാൻ കാരണമെന്നാണ് ദേവസ്വം ബോർഡ് വിലയിരുത്തൽ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ അരവണയുടെ വിൽപ്പന ഏതാണ്ട് ഒരു 2-2.25 ലക്ഷമായിരുന്നു ശരാശരി. അത് 3 ദിവസം മുമ്പ് 4.25 ലക്ഷം ടിന്ന് വരെയായി. പക്ഷേ ഇപ്പോൾ ശരാശരി ഒരു 3.25 ലക്ഷം ടിന്ന് അരവണയിലേക്ക് മാറി വരികയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു പോസിറ്റീവായി കാണുന്നു. കഴിഞ്ഞ വർഷത്തെ വരുമാനത്തിനനുസരിച്ച് അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു അല്പം കൂടുതലായി നമ്മുടെ വരുമാനം വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശബരിമലയ്ക്കെതിരായ പ്രചാരണങ്ങൾ നടവരവ് കുറയാൻ കാരണമായിട്ടുണ്ടാവാമെന്ന വിലയിരുത്തലും ബോർഡിനുണ്ട്. കഴിഞ്ഞ വർഷം വരെ നിശ്ചിത ഇടവേളയിൽ നടവരവ് പുറത്തുവിട്ടിരുന്ന ദേവസ്വം ബോർഡ് ഈ വർഷം നട തുറന്ന 28-ാം ദിവസമാണ് വരുമാന വിവരം പുറത്തുവിട്ടത്. അമൃത ന്യൂസ്, സന്നിധാനം.